ഹായ് ഹലോ എല്ലാവർക്കും അന്നാസ് കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അല്ലെങ്കിൽ നമുക്ക് 4 മണി പലഹാരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം അന്നാസ് കഫേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ഇത് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും ചെയ്തേക്കണം. അപ്പം ഞാനിത് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിൽ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് സോൾട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ചല്ല, ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിന് പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും അത്. അതുപോലെ തന്നെ വളരെ ഒരു ചെറിയൊരളവിന് റെഡ് ചില്ലി പൗഡർ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സവാള, പച്ചമുളക്, തക്കാളി ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസിനുള്ളത്. അതുപോലെ തന്നെ പച്ചമുളക് ഒരെണ്ണമാണ് എടുത്തേക്കുന്നത്. സവാളയും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിനുള്ള സവാളയും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പം അടുപ്പത്തൊരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ദോശക്കല്ലല്ല, നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ അതെടുത്താലും മതിയാകും. ഇപ്പം വെളിച്ചെണ്ണയോ അതിന് പകരം ആണെങ്കിൽ നമുക്ക് ബട്ടർ ഉപയോഗിക്കുന്നവർക്ക് ബട്ടർ ഉപയോഗിക്കാം. അപ്പം ഇതൊന്ന് ചൂടാവട്ടെ. അടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സിനകത്തേക്ക് ഓരോ ബ്രെഡായിട്ട് നമുക്ക് മുക്കിയെടുക്കാം. കല്ല് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ വയ്ക്കാം. ഇതിൻ്റെ ഒരു സൈഡൊന്ന് കുക്കായിട്ട് വരാൻ ഏകദേശം ഒരു 1 മിനിറ്റ് തന്നെ മതിയാകും. ഇതുപോലെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തേക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ട് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഇതൊരു പ്രാവശ്യം കൂടി നമുക്ക് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞ് നമുക്കിതൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ സേഫ്. ബൈ.